പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. തീരാ വേദനയായിരിക്കുകയാണ് ഈ മലപ്പുറം പുത്തനത്താണി സ്വദേശി മുഹമ്മദ് അഫ്സൽ. 27 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത് എങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്ന് ഞാൻ ആശങ്കപ്പെടുകയായിരുന്നു. ഇന്ന് എല്ലാ വീടുകളിലും പ്രവാസികളുണ്ട്. നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആമീൻ. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് അറ്റാക്ക് മൂലമാണ്. ഓരോ ദിവസവും 1, 2, 3 പ്രവാസികളെയാണ് പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊടുത്തുവിടുന്നത്. അതും മിക്ക മരണങ്ങളും അറ്റാക്ക് മൂലം കുഴഞ്ഞു വീണ് മരണപ്പെടുക. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മൾ ഒരുപാട് വീഡിയോകളിലായി പറഞ്ഞിട്ടുണ്ട്. അമിതമായുള്ള ടെൻഷൻ, പിന്നെ ഉറക്കമില്ലായ്മ, ഭക്ഷണമില്ലായ്മ. പ്രവാസികൾ ശരിക്കും പറഞ്ഞാൽ നന്നായി ഒന്ന് ഭക്ഷണം കഴിക്കുന്നത് ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് എല്ലാവരും ഉറങ്ങാൻ കിടക്കുന്ന ആ നേരത്താണ് പ്രവാസികൾ മനസമാധാനത്തോട് ഒത്തിരി ഭക്ഷണം കഴിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. എൻ്റെ പ്രവാസികളെ, നിങ്ങൾ നിങ്ങളുടെ തടി നോക്കണം. നിങ്ങളങ്ങ് പ്രവാസ ലോകത്തേക്ക് പോയിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണെന്നറിയാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി, ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് നിങ്ങളങ്ങ് പ്രവാസ ലോകത്തേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ തടി നിങ്ങൾ നന്നായി നോക്കണം. ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റുള്ളൂ. പ്രവാസിയുടെ കുടുംബത്തോട് പറയാനുള്ളത്, നാട്ടിലെ വിഷമങ്ങളും പ്രയാസങ്ങളും കടങ്ങളും കടബാധ്യതകളും എല്ലാം ഉണ്ടെന്നറിയാം. പക്ഷെ എന്നാലും അതങ്ങ് പ്രവാസ ലോകത്തേക്ക് വിളിച്ച് പറയാതിരിക്കുക. അത് അവസരം നോക്കി നിങ്ങൾ പറയുക. അവരവിടെ നിന്ന് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രവാസിയായ ഒരാൾക്ക് മാത്രമേ ഒരു പ്രവാസിയുടെ കഥ പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. ഞാനും ഒരു പ്രവാസിയാണ്. എല്ലാം കൊണ്ടും അവരവിടെ ടെൻഷൻ അനുഭവിക്കുകയാണ്. നാടുമില്ല, നാട്ടുകാരുമില്ല, കുടുംബവുമില്ല, പോരാത്തതിന് അവിടെയുള്ള ടെൻഷനുകളും, പിന്നെ ഇടയ്ക്കുള്ള നിങ്ങളുടെ ഫോൺ കോളും. ആ ഒരു ഫോൺ കോളിൽ വേണം നിങ്ങൾ അവർക്ക് സന്തോഷം പകർന്നു നൽകാം. നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസത്തിൽ വേണം അവർക്ക് ഒരു ഊർജം ലഭിക്കാൻ. നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ അവിടെ കഷ്ടപ്പെടുന്നത്. മുമ്പ് ഒരു പ്രവാസിയുടെ കഥ ഞാൻ പറഞ്ഞിരുന്നു. 5 വർഷം പ്രവാസ ലോകത്ത് കഴിഞ്ഞു. അവസാനം നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു. ഒരു സർപ്രൈസായി നാട്ടിൽ വിളിച്ചു പറയാതെ ഒരു സർപ്രൈസായി നാട്ടിൽ വരാനിരുന്ന പ്രവാസി പെട്ടിയും കെട്ടി കിടന്നതാ. രാവിലെ ഉണർന്നില്ല, മരണപ്പെട്ടുപോയി. 5 വർഷമാണ് പോയി കിട്ടിയത്. സുബ്ഹാനല്ലാഹ്, ഇതുപോലൊരവസ്ഥ ആർക്കും വരുത്തല്ലേ റബ്ബേ. ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ റബ്ബേ. ഇന്ന് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? മുഹമ്മദ് അഫ്സൽ എന്ന 27 വയസ്സുകാരൻ പ്രവാസ ലോകത്തെത്തിയിട്ട് വെറും 2 മാസമേ ആയുള്ളൂ. എന്തിൻ്റെ കാരണത്തിലാണാവോ പെട്ടെന്ന് നാട്ടിലേക്ക് വരുന്നത് എന്ന് നമുക്കറിയില്ല. എന്തെന്നായാലും അവൻ നാട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് വിളിച്ചിട്ടുണ്ടാവില്ലേ ആ കുടുംബത്തെ? ആ ബന്ധുക്കളൊക്കെ ആ എയർപോർട്ടിൽ വന്ന് കാത്തു നിൽക്കുന്നുണ്ടാവില്ലേ? കാത്തു നിൽക്കുന്ന ആ കുടുംബക്കാർ കാണുന്ന കാഴ്ച, ഇവിടുന്ന് എല്ലാവരോടും സന്തോഷത്തോടെ യാത്ര പറഞ്ഞു പോയ മുഹമ്മദ് അഫ്സലിൻ്റെ ആ എയർപോർട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത് ഒരനക്കവുമില്ലാത്ത പൊന്നുമോനെ. ഇത് ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. വേദന വേണം. വേദനയുണ്ടായാലേ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥതയുണ്ടാകൂ. നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഒരിക്കലും നിങ്ങളിതൊരു വ്ളോഗായി കാണേണ്ടതില്ല. മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുക, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവും അവരെ സന്തോഷത്തിലാകും. ചില മരണങ്ങൾ നമ്മളെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം. അപ്പോൾ നമ്മളെന്നും മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മരണം അവിടെ സന്തോഷത്തിലാകുകയാണ്. പടച്ച റബ്ബ് നമ്മുടെ കൽബിൽ മരണം വരെ ഈമാൻ നിലനിർത്തി തരട്ടെ, ആമീൻ. എല്ലാവരും ദുആ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഓരോ മരണത്തിനും ഓരോ കാരണങ്ങളുണ്ടാകും നമുക്കിതുപോലെ പറഞ്ഞു നടക്കാൻ. പക്ഷെ മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ചില മരണങ്ങൾ നമ്മളെ ഏറെ വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മളോട് വിട പറഞ്ഞു പോവുക. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത, നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത വേദനകൾ തന്ന്. അതുപോലൊരു മരണമാണ് മുഹമ്മദ് അഫ്സലിൻ്റേത്. ആ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. വല്ലാത്തൊരവസ്ഥയായിപ്പോയി.
ബഹ്റൈനിൽ നിന്നും നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു മുഹമ്മദ് അഫ്സൽ. ഏറെ സന്തോഷത്തിലായിരിക്കും നാട്ടിലേക്ക് വരാനിരിക്കുക അല്ലേ? ഈ ഒരു ഫോട്ടോസും അത് തന്നെയാണ് പറയുന്നത്. ചിലപ്പോൾ അന്ന് എടുത്തതായിരിക്കാം. ഇന്നലെ ഉച്ചക്ക് ബഹ്റൈനിൽ നിന്നും കോഴിക്കോടേക്കാണ് അഫ്സൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ വിമാനത്തിൽ വെച്ച് അഫ്സലിന് വയ്യാതാവുകയാണ്. വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. വിമാനത്തിൽ നിന്ന് തന്നെ CPR അടക്കമുള്ള പല പരിശോധനകളും നടത്തി, പല പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടേയിരുന്നു. കുഴഞ്ഞു വീണ അഫ്സലിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. അങ്ങനെ വിമാനം കോഴിക്കോടേക്ക് എത്തുകയും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. എങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, മരണപ്പെട്ടുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ എയർപോർട്ടിൽ അഫ്സലിനെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന ആ ഒരു കുടുംബക്കാരുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളൊക്കെ പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പോൾ അവരെ കൊണ്ടുവരാൻ നമ്മൾ വണ്ടിയും കൊണ്ട് പോകാറില്ലേ? നമ്മൾ കാത്ത് നിൽക്കുന്ന ആ മനുഷ്യൻ ബോധമില്ലാതെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു അവസ്ഥ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അത്. ഈ ഒരു മരണം അത്രയധികം വേദനിപ്പിക്കുന്നതായതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നമ്മൾ ഈ ഒരു മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കാതിരുന്നത്. ചിലപ്പോൾ അവരുടെ ആ കുടുംബത്തിന് വല്ലാത്തൊരു വേദനയായിരിക്കും. മുഹമ്മദ് ആമിന ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് അഫ്സൽ. അഫ്സൽ കൂടാതെ 3 പെൺമക്കളുമുണ്ട് ഇവർക്ക്. ചിലപ്പോൾ ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരിക്കും 3 പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. എന്താ പറയുക, പടച്ചറബ് തന്നെ ആ കുടുംബത്തിനെ സംരക്ഷിക്കട്ടെ. ഓരോ കുടുംബത്തെയും സംരക്ഷിക്കാനാണ് ഓരോരുത്തരും പ്രവാസിയുടെ വേഷം കെട്ടുന്നത്. കുടുംബത്തെ സംരക്ഷിക്കാൻ, കുടുംബത്തെ നന്നായി നോക്കാൻ എന്താ ചെയ്യുക? പടച്ചറബ് എല്ലാ പ്രവാസികൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഹിസ്സത്തും ബർക്കത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. പടച്ചറബ് ഈ ഒരു കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. മരണപ്പെട്ടവർക്ക് ദുആ ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ് നമ്മളെക്കൊണ്ട് ഇതുപോലുള്ള മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിപ്പിക്കുന്നത്. ചില മരണവാർത്തകൾ നമ്മുടെ മുന്നിലെത്തുമ്പോൾ നമ്മൾ തന്നെ ഒരുപാട് വേദന അനുഭവിക്കാറുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, മുഹമ്മദ് അഫ്സൽ എന്ന 27 വയസ്സുകാരൻ പടച്ചറബ്ബേ ജീവിതം തുടങ്ങും മുന്നേ നീ വിളിച്ചിരിക്കുകയാണ് റബ്ബേ, നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ആ പൊന്നുമോൻ്റെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും മയ്യത്തിനെ കാക്കണേ റബ്ബേ. റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബേ. നമ്മുടെ പ്രവാസികൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. ആരോഗ്യം കൊടുക്കണേ റബ്ബേ. ഹിസ്സത്തും ബർക്കത്തും റഹ്മത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് റബ്ബേ നിന്നിലേക്ക് വന്നിരിക്കുന്നത്. ആ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണേ റബ്ബേ. ആ കുടുംബത്തെ നിന്നിൽ ഏൽപ്പിക്കുകയാണ് റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, എന്തൊക്കെയോ ആഗ്രഹങ്ങളായിരിക്കും റബ്ബേ, എന്തൊക്കെയോ സ്വപ്നങ്ങളായിരിക്കും റബ്ബേ. എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആ കുടുംബത്തിൽ നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആ കുടുംബത്തിന് ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. പടച്ച റബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരല്ലേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.